യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മുടെ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് യോഹന്നാൻ സ്നാപകനാൽ സ്നാനം ഏൽക്കുകയും 40 ദിവസം മരുഭൂമിയിൽ ഉപവസിക്കുകയും തുടർന്ന് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുകയും ചെയ്തതിന് ശേഷമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. ക്രിസ്തുവിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ഉപദേശങ്ങളും നാം കാണുന്നത് തുടർന്നുള്ള അധ്യായങ്ങളിലാണ്. ഏറ്റവും പ്രസിദ്ധമായ പർവ്വത പ്രസംഗവും കർത്താവിൻ്റെ പ്രാർത്ഥനയും ഇവിടെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ പ്രാർത്ഥന 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലാണ്. തുടർന്നുള്ള 14-ഉം 15-ഉം വാക്യങ്ങളാണ് നമ്മളുടെ ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾ മനുഷ്യരോടെ അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോടെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. ദൈവിക പാപക്ഷമ നിരുപാധികമല്ല എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. ഡിവൈൻ ഫോർഗീവ്നെസ് ഈസ് നോട്ട് അൺകണ്ടീഷണൽ. കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ നാം ഇങ്ങനെ പ്രാർത്ഥിക്കുവാനാണ് നമ്മോടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്: ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. മറ്റുള്ളവരോടുള്ള നമ്മുടെ മനോഭാവം, പെരുമാറ്റം ഇവയൊക്കെ നമ്മുടെ അനുഗ്രഹത്തിലെ ഏറ്റവും നിർണായകമായ ഘടകങ്ങളാണ്. അവർ ആറ്റിറ്റ്യൂഡ് ടു അതേഴ്സ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ടീച്ചിങ്സ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ഫോർഗിവ്നെസ് ഈസ് സോ ഡിവൈൻ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സ്ഥാനാരോഹണത്തിനു ശേഷം വാഷിംഗ്ടൺ DC-യിലെ നാഷണൽ കത്തീഡ്രലിൽ നടന്ന പ്രാർത്ഥനയിൽ മെറിയൻ എഡ്ഗർ ബഡ്ഡി എന്ന ക്രിസ്തഗാത്രയായ വനിതാ ബിഷപ്പ് ചെയ്ത പ്രസംഗം ലോകം ഏറെ ശ്രദ്ധിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്ത ഒന്നാണ്. ബിഷപ്പ് ഇങ്ങനെ പറഞ്ഞു: ഇൻ ദ നെയിം ഓഫ് അവർ ഗോഡ്, Mr. President, I ask you to have mercy upon our people. Our God teaches us to be merciful. Our God teaches us to be merciful. ക്രിസ്തീയ വിശ്വാസം തനിക്കേറെ വിലപ്പെട്ടതാണെന്നും ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നോട് കൂടെ ഉണ്ടെന്നും എപ്പോഴും ആവർത്തിക്കുന്ന മിസ്റ്റർ ട്രംപ് പക്ഷേ ഇതിനോട് പ്രതികരിച്ചത് വളരെ നിരാശജനകമായ വാക്കുകളിലാണ്. സഹജീവി സ്നേഹം ഒഴിവാക്കി ഒരു ക്രിസ്തീയ വിശ്വാസവും ഇല്ല. ഈ നോമ്പുകാലം ക്രൈസ്തവ മൂല്യങ്ങളിലേക്കുള്ള ഒരു മടങ്ങിവരവ് ആകണം. നമ്മൾ പലപ്പോഴും ഇതൊക്കെ കേൾക്കുന്നവരാണ്. പക്ഷേ നമ്മളിൽ എന്ത് മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്? നോയമ്പിന് മുൻപും നോയമ്പിന് പിൻപും നമ്മുടെ പെരുമാറ്റവും മനോഭാവവും ഒരുപോലെയാണെങ്കിൽ നമ്മളുടെ നോമ്പാചരണത്തിന് എന്താണ് പ്രസക്തി? ഇഫ് യു റിമെയിൻ ദ സെയിം പേഴ്സൺ ബിഫോർ ദ ലഞ്ച് ആൻഡ് ആഫ്റ്റർ ദ ലഞ്ച്, വാട്ട് ഗുഡ് ഈസ് ദെയർ ഇൻ ഒബ്സർവിങ് ദ ലഞ്ച് സീസൺ? നമ്മളുടെ ഓരോ പ്രാർത്ഥനയും വചന കേൾവിയും ആരാധനയും നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതായിരിക്കണം. ഈ നോയമ്പ് കാലം അങ്ങനെ ഒരു അനുഭവത്തിൻ്റെ കാലമായി തീരട്ടെ. എല്ലാവർക്കും ഏറ്റവും അനുഗ്രഹകരമായ
ഒരു നോയമ്പ് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, ഞങ്ങളുടെ സഹജീവികളോട് ക്ഷമിക്കാതെ പോയ ഞങ്ങളുടെ കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അവരോട് ക്ഷമിക്കുവാനും അവരെ ചേർത്ത് നിർത്തുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഈ നോയമ്പ് കാലം ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ കാലമായി തീരണമേ. ഞങ്ങളിൽ രൂപാന്തരം ഉണ്ടാകുവാൻ ഇടയാകണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, പ്രാർത്ഥന കേൾക്കണമേ.